ഞാൻ നേരെ ഓടിച്ചെന്നത് അടുക്കളയിലോട്ട്. ഇതേ ഒരു വാഴക്കൊല നിൽക്കുന്ന അവിടെ. ഞാൻ മാങ്ങ മുളകൊക്കെ ഇട്ട് ഇവിടെ പത്തിരി എല്ലാവരും ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പത്തിരി ചുടാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നത് കാണാം. ഞാൻ മുൻപിലോട്ടോടി. അവിടെയാണെങ്കിൽ നല്ല മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതെൻ്റെ കുഞ്ഞാമ്മേൻ്റെ ഗാർഡൻ ആട്ടോ. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതിലൂടെ ആയിരുന്നു കേട്ടോ ഞാൻ ഓടി വന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ മൗണ്ടെയ്ൻസൊക്കെ നോക്കിയും ഇവിടെ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ഇവിടെ കാണാൻ. ആദ്യം ഇവിടെ മുഴുവൻ റബ്ബറൊക്കെ ആയിരുന്നു. അതൊക്കെ മുറിച്ചാണ് ഇവിടെ ഓരോ പ്ലാന്റൊക്കെ പ്ലാന്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇഫ്താറിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി. പിന്നെ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് മിൻറ്റ് ലൈം ആയിരുന്നു കേട്ടോ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പുറത്ത് ഒരു റോസ് ഗോൾഡ് കളറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി കണ്ടത്. ഞാനത് വേഗം തന്നെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോഴേക്കും എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. അപ്പോൾ പുറത്തോട്ട് വന്നപ്പോഴാണ് ഈ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ സ്റ്റാർസിൻ്റെ പോലെ ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നു. ഞങ്ങൾ സ്കിപ്പിംഗ് റോപ്പ് കളിച്ചു. പിന്നെ ഇവിടെ കാണുന്നൊരു മിലിറ്ററി ക്യാമ്പാട്ടോ. പിന്നെ ഇവന് കുറേ കഥ പറഞ്ഞു. അവൻ്റെ പൂച്ചയെ ആരോ തട്ടിക്കൊണ്ടുപോയിന്നോ അങ്ങനെയൊക്കെ. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മ സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ആൻറ്റി എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാനത് പഠിച്ചു. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിലിറക്കിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടാത്തതുകൊണ്ട് എൻ്റെ കസിൻസിനെ വിളിച്ചു. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഞങ്ങൾ നല്ല പാട്ടൊക്കെ വെച്ച് വൈബായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്താനായപ്പോഴാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് വന്നത്, ഉസ്താദ് ഹോട്ടലിൽ. ഞാൻ അവരോട് പറഞ്ഞു ഈ സോങ് കഴിയാണ്ട് ഞാൻ ഇറങ്ങില്ല എന്ന്. പക്ഷെ അവരെന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വളരെയധികം സങ്കടമായി. പക്ഷെ ഞങ്ങൾ കുറച്ചൊക്കെ പാട്ട് പാടിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ ബൈ ബൈ ഗായ്സ്.